Hey guys, welcome back to my channel. അപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബറാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് രണ്ട് ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കളി നോക്കിയതാണ്. എനിക്കൊരു സ്റ്റിക്കിനെ ഫേസ് റിവ്യൂ ഇപ്പോൾ ഒന്നും ചെയ്യില്ല. 20K ഒക്കെ ആകുമ്പോൾ നോക്കട്ടെ. പ്ലീസ് നോക്കാം. 20 million ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ നാളെ നമുക്ക് വേണമെങ്കിൽ ഫേസ് റിവ്യൂലൊക്കെ ചെയ്യും. നാളെ ഞാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എനിക്ക് സ്റ്റെക്കിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കളിയിൽ ഞാൻ അവനെടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ എൻ്റെ ഗണ്ണൊക്കെ എടുത്തു. പക്ഷേ എനിക്ക് ടെസ്റ്റ് ചെറുതായിട്ടുണ്ടായിരുന്നു. പിസ്റ്റ് എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ പിസ്റ്റ് വന്നു. കവർ എടുത്തിട്ട് അവൻ പിസ്റ്റ് എടുത്ത് കളിച്ചപ്പോൾ ഞാൻ ടെസ്റ്റ് അടിച്ചു. അപ്പോൾ അവൻ ഹെഡ് കയറി. ഞാൻ റിമോട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ക്യാമറ അടിക്കണപ്പോൾ ഞാൻ അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്റ്റെക്ക് റിമോട്ട് പിടിക്കേണ്ടതാണ്. കാരണം പിന്നെ ഈ കളിയിൽ ഞാൻ കാണത്തേക്ക് അടിക്കണം എന്നുണ്ടായിരുന്നു. ഒരു കളി അവൻ എനിക്ക് സ്റ്റെക്ക് ഉണ്ടായി. ഈ കളി എനിക്ക് സ്റ്റെക്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ പിസ്റ്റ് എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചു പോയതായിരുന്നു. അവിടെ ബോംബൊക്കെ ഇട്ടിട്ട് സ്മോക്ക് ബോംബൊക്കെ ഇട്ടിട്ട് പോയതായിരുന്നു. നേരെ പഠിപ്പാൻ എന്താ വെച്ചാൽ അവൻ അവിടെ സ്റ്റെക്കായിരിക്കണം. പിന്നെ അവൻ ഇരുന്നായിരുന്നു. ഇങ്ങനെന്തോ ഇരുന്ന് മനസ്സിലായി ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചു. നേരെ എന്നെ പണി പാളി അടിക്കണുണ്ടോ കാണിച്ചു കുറേ. ഞാനത് കണ്ടില്ല. ഇതൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ സ്റ്റെക്കായി. എന്നെ എൻ്റെ ഫോൺ ഇരുന്ന് കാണിച്ചിട്ടും അടിച്ചു. നേരെ ഫോൺ ഓഫാക്കിയിട്ട് ഓണാക്കിയിട്ട് മുന്നേ ഇവനെ അടിച്ചപ്പോൾ ബാക്കി ദേഷ്യം വന്നു കൊല്ലത്. ഞാൻ ഫോൺ ഓഫാക്കി ഡബിൾ എടുത്തു. നേരെ സ്റ്റെക്കായി കൊണ്ട് ഞാൻ രണ്ടടി ഓഫാക്കി ഓണാക്കി എൻ്റെ സ്റ്റെക്ക് പോകും. ഡബിൾ എടുത്തു. ഞാൻ ഡബിൾ എടുത്തപ്പോൾ അവൻ നേരെ മേലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മേലോട്ട് കയറി. നേരെ കയറിയപ്പോൾ അവൻ സ്നൈപ്പ് ചെയ്തു. നമ്മൾ ഹെഡ് വിചാരിച്ചാൽ അങ്ങനെ ഡബിൾ പ്ലെയർ പ്രോയാണ്. ഡെസേർട്ട് പിന്നെ ഡെസേർട്ട് അങ്ങനെ പൊട്ടാസ്യം പൊട്ടാസ്യമൊക്കെ പറയാൻ വെടിക്കുമ്പോൾ പൊട്ടാസ്യം വീഡിയോ ഇപ്പോൾ ഇടണം. പിന്നെ സി റാങ്ക് നാളെ പോയിട്ട് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഒരു കളി കളിക്കാൻ വേണ്ടി പോകും. വീടും പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോഴാണ് സൈഡിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അവൻ ഹെഡ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് മാത്രം കേട്ടാൽ മതി നിങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന ഇടയിൽ അവൻ ഹെഡ് പുറത്തിട്ട് നേരെ ഇടം ഹെഡ് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ചില സമയത്ത് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസ് ഒന്നും ഇടില്ല കേട്ടോ. സൺഡേ സാറ്റർഡേ എന്തായാലും ഉറപ്പായി ഞാൻ 2 വീഡിയോസ് ഒരുമിച്ചിടും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ നേരെ കവറൊക്കെ എടുത്തിട്ട് അവനെടുക്കുന്നതാണ്. ഞാൻ എടുക്കുന്നത് തോന്നല്ല ഗൈസ്. എനിക്ക് ഇഷ്ടമില്ലാത്തത് നോക്കി. പക്ഷേ ഇവനിങ്ങനെ എടുത്തപ്പോൾ ഒരു ദേഷ്യം വന്നു ഗൈസ്. അപ്പം എനിക്ക് ഹെഡ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ലാസ്റ്റ് അവൻ ഐസ് ബോംബ് ഇട്ടിട്ട് നമ്മുടെ ഡ്രീമൊക്കെ ചെയ്യണം പോലെ അമ്പ് ഇട്ടിട്ട് വെടിയിച്ചപ്പോൾ ഹെഡ് കയറി താഴെ ചാടണത്. അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. നേരെ പണി പാളി. പക്ഷേ ഫ്രീ ഫയറിലാണ് ഞാനത് സ്മോക്ക് ബോംബ് ഇട്ട് റാം കൊടുക്കാനാണ് വിളിച്ചത്. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ ഇതുകൊണ്ട് ഹെഡ് അടിച്ചു. അപ്പോഴാണ് സ്മോക്ക് ബോംബ്. പിന്നെ ഇപ്പം ഹെഡ് അടിക്കാമെന്ന് വിളിച്ചതായിരുന്നു. പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് സത്യം പണ്ട് എനിക്ക് വേറെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 39 ലെവലായിരുന്നു കേട്ടോ ഗൈസ്. അതൊക്കെ പോയി ഇങ്ങനെ പോയത്. ഈ കൊണ്ട് ഫുൾ ഹെഡായിരുന്നു എനിക്ക് കയറാം. 39 ലെവലും നല്ല ഗൺ സ്കിന്നും നല്ല ഗൺ ഇതൊക്കെ ആയിരുന്നു. പിന്നെ ചിലർക്ക് ചോദിക്കുമ്പോൾ ഡയമണ്ട് ടോപ്പൊക്കെ ഡയമണ്ട് ടോപ്പ്. പിന്നെ ഈ കളിയിൽ ഞാൻ നേരെ അങ്ങനെ അടിച്ച് അടിച്ചടിച്ച് ഒന്നും കൊള്ളണില്ല. എന്നിട്ട് നേരെ എനിക്ക് ദേഷ്യമാണ് ഗൈസ്. അവൻ ഒരു കളി കൂടി എടുത്താൽ അതിൻ്റെ 5 ഞാൻ ഉറപ്പിച്ചിട്ടാണ് പോയത്. എന്നിട്ട് നേരെ M8 എടുത്തു. എനിക്ക് ദേഷ്യം വന്നു M8 എടുത്തു. നമ്മുടെ ഡെസേർട്ട് ഈഗിൾ എടുക്കണമെന്നായിരുന്നു എൻ്റെ വിചാരം. അത് കുഴപ്പമൊന്നുമില്ല. ഡെസേർട്ട് ഈഗിൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ M8 എടുത്ത് അടിക്കാൻ പോയതാണ്. ഡെസേർട്ട് ഈഗിൾ എടുക്കണമെന്ന് വിളിച്ച് പോയതാണ് സാധനം. അത് നമ്മുടെ ക്ലോസായി. ഷോപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ പോയി M8 കൊണ്ട് ഇങ്ങോട്ട് പോയതാണ്. പണി വാളി. അവൻ നേരെ ചാടി എൻ്റെ ബാക്ക് വന്നു. കുത്തി പിടിച്ചിട്ട് മേത്തോളം കുത്തിപിടിച്ച് നല്ലോണം കുത്തിപിടിച്ച് കൊന്നു. അവൻ കുത്തിപ്പിടിയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പം നേരെ ഇതിൻ്റെ പവറും ഞാൻ കണ്ടു കേട്ടോ.
ഓറിയോടെ അങ്ങനത്തെ പവറാണെന്ന് ഇപ്പം മനസ്സിലായി. എൻ്റെ ഓറിയോടെ അങ്ങാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം നേരെ AK-40 നമ്മുടെ ഹീറോയ്ക്കിൻ്റെ ഒരു ഇമോട്ട് ഇട്ടു. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഒരു ഇതൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ പുതിയ സ്കിന്നൊക്കെ വന്നത് കമൻറ്റ് ചെയ്യും. അപ്പം ഹെഡ്ഡടിക്കാൻ നോക്കിയതാണ്, ഹെഡ് കയറിയില്ല. കവർ എടുക്കാം, അവൻ തന്നെ ഗ്ലൂവാളും കിട്ടുന്നു. അത് ഞാൻ ഗ്ലൂവാളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പൊട്ടറാണെന്ന് മേളിൽ നിന്ന് ചാടി എൻ്റെ താഴേക്ക് വന്നതോ ഞാൻ അവനെ ഹെഡ് ഞാൻ ഈ ഗ്ലൂവാൾ പൊട്ടിച്ചാൽ പക്ഷെ അവനെ ഡെഫിനറ്റായി എടുക്കും. ഗ്ലൂവാൾ പൊട്ടിച്ചു തന്നു. ഇപ്പം ഞാൻ അവനെ വെടിച്ചു നല്ലൊരു പക്ഷേ AK-47 ഇതൊക്കെ അടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.